ഹലോ. രാവിലെ ഇങ്ങനെ എണീറ്റ് വന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയേക്കാൻ നല്ല രസമാണ്. എൻ്റെ ദിവസമുള്ള പരിപാടിയാണ് മുറ്റത്തിങ്ങനെ വന്ന് നിന്ന് ഓരോ കാഴ്ചകൾ കണ്ടു നിൽക്കുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ട്രെയിൻ പോകുന്ന കണ്ടത്. രാവിലെ ഒരുപാട് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാരണം നല്ല സൗണ്ടാണ്, നല്ല രസമാണ് അതിങ്ങനെ നോക്കി നിൽക്കാൻ. അതിൻ്റെ ഇടയിലാണ് മുറ്റത്തുള്ള പപ്പായ മരത്തിൽ ഒരു പപ്പായ ഉണ്ടായി നിൽക്കുന്നത്. ഒന്നല്ല രണ്ടെണ്ണം കായിട്ട് നിൽക്കുന്നത്. ഇത് താനേ വളർന്നു വന്നതാണ്. താഴെ കിടക്കുന്ന വള്ളിയൊക്കെ അതിൽ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നതാണ്. ഞാനതൊക്കെ പറിച്ചു കളഞ്ഞു. തൊട്ടപ്പുറത്ത് ഇരുമ്പം പുളിയും നല്ല സമൃദ്ധിയായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ മെല്ലെ അടുക്കളയിലേക്ക് വന്ന് നമ്മൾ ആദ്യം തന്നെ ഒരു ചായയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കട്ടൻ ചായയാണ് വെച്ചിട്ടുള്ളത്. ഞാൻ രാവിലെ അങ്ങനെ ചായ കുടിക്കൽ വളരെ കുറവാണ്. എനിക്ക് കാപ്പിയാണ് ഇഷ്ടം. ഇപ്പോൾ കാപ്പി അങ്ങനെ കുടിക്കാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയില്ല. ഒരാൾക്കുള്ള കട്ടൻ ചായ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മൾ സൂചി റവ ഉപ്മാവാണ് ഉണ്ടാക്കിയത്. കടുക് തീർന്നതുകൊണ്ട് തന്നെ എനിക്ക് ഉപ്മാവ് കണ്ടപ്പോൾ വലിയൊരു തൃപ്തി തോന്നിയില്ല. ഉപ്പുമാവും തലേന്ന് ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി കഴിച്ചു. പോകുന്ന വഴിക്ക് കടയിലേക്കൊന്ന് പോകാനായിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു വൈറ്റ് ബൊഗൈൻവില്ല കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് ഞാൻ പോകുന്ന വഴിയാണ്. ഈ വഴിയിൽ കൂടെ പോകാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം എപ്പോഴും അവിടെ പട്ടികളുണ്ടാവും. അപ്പം അങ്ങനെ വല്ലപ്പോഴൊക്കെ ഞാൻ പോലുള്ളൂ. 2-3 സാധനം വാങ്ങാൻ കടയിലേക്ക് വന്നതാണ്. ഇവിടുത്തെ പണി റോഡിൻ്റെ പകുതിക്ക് കലുങ്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം തീരാറായിട്ടുണ്ട്. അങ്ങനെ കടയിലൊക്കെ വന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തി. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 2 തക്കാളിയും പിന്നെ ഒരു ഉള്ളിയും കുറച്ച് കറിവേപ്പിലയൊക്കെ എടുത്തിട്ട് അത് എണ്ണയിൽ വഴറ്റി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ ചോറ് കുറച്ച് ഇട്ടുകൊടുക്കും. നമുക്ക് എത്രയാണോ ചോറ് വേണ്ടത് അത്രയും ചോറിട്ടിട്ട് നമ്മൾ ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള സാധനമാണ്. ഇതിന് ശരിക്കും കറികളൊന്നും വേണ്ട, അത് മാത്രം കഴിക്കാം. പക്ഷേ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ തൊലിയൊന്നും കളയാണ്ട് നന്നായി കഴുകി അരിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചിക്കൻ മസാലയും പിന്നെ അതുപോലെ നമ്മുടെ പെരിഞ്ചീരകവും കൂടെ ചേർത്തിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. ഇങ്ങനെ ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഓവർ എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.